ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ എല്ലാവരുടെയും വിശേഷം? അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പല രീതിയിൽ മുടി കൊഴിച്ചിലും താരനും അകാലനര ഒക്കെ അനുഭവിക്കുന്നവരാണല്ലേ. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഓയിലാണ് കേട്ടോ ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മോൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോണ വന്നതിന് ശേഷം എൻ്റെ മോളുടെ മുടി നന്നായിട്ട് പോയി വരുന്നു. ചെറുപ്പം മുതലേ ഞാൻ ഈ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്ത് കൊടുക്കാറ്. ഇത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല, നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസം മാത്രം യൂസ് ചെയ്താലും മതി. ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യും. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമായ കാരണം അവർക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ഡെയിലി തേച്ച് കൊടുക്കാറില്ല. അപ്പോൾ അത് ആഴ്ചയിൽ 1-2 ദിവസം യൂസ് ചെയ്യുക. ഒരു 20 മിനിറ്റ് വെച്ചിട്ട് നല്ലൊരു മൈൽഡായ ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ആദ്യം ഒരു പിടി കറിവേപ്പില, പിന്നെ പനിക്കൂർക്ക, ഒരു 3-4 തണ്ട് പനിക്കൂർക്ക വേണം. പിന്നെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ കയ്യോന്നി, അഥവാ പല നാട്ടിലും നമുക്ക് കഞ്ഞുണ്ണി എന്നൊക്കെ പറയും. പിന്നെ വേണ്ടത് ഒരു പിടി മൈലാഞ്ചി ഇല, പിന്നെ വേണ്ടത് 5-10 ചെമ്പരത്തി ഇല കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു പിടി ചെമ്പരത്തിപ്പൂവാണ്. ഒരു 10-15 ചെമ്പരത്തിപ്പൂവും മുട്ടും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടുന്നവർ പരമാവധി അത് എടുക്കാൻ നോക്കുക. ഇത് കഞ്ഞിവെള്ളത്തിൽ ഞാൻ ഉലുവ കുതിർത്തിയതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ടൊരു മിക്സി കപ്പ് എടുത്തിട്ട് നമുക്ക് അരയ്ക്കാനുള്ള എല്ലാതും നമുക്കതിലിട്ട് കൊടുക്കാം. അപ്പം ഞാൻ മിക്കവാറും എണ്ണ കാച്ചാറ് രാത്രിയാണ് കേട്ടോ. അതിന് നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മൾ അരച്ച പരുവം. അപ്പോൾ ഈ പരുവം ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കട്ടോ. അതിനായിട്ടൊരു ചീനച്ചട്ടിയോ ഉരുളയോ അടിയിൽ കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം നമുക്കെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ നമ്മളൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരച്ച അരപ്പ് നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ അരച്ചരപ്പുണ്ടല്ലോ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ എണ്ണയിലേക്ക് മാത്രം നമ്മളത് ഇടുമ്പോൾ എണ്ണ നന്നായിട്ട് വറ്റിപ്പോവുകയും ചെയ്യും, എണ്ണ നന്നായിട്ട് മൂത്ത് പോവുകയും ചെയ്യും. അപ്പോൾ എണ്ണയിലേക്ക് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ അരച്ചരപ്പ് നന്നായിട്ട് വെന്ത് വന്ന് നല്ല പാകമായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് എണ്ണയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിലൊക്കെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഇളക്കി കൊടുക്കാൻ. എന്നാൽ ഈ ഒരു പരുവാകുമ്പോൾ നമ്മളത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. വെള്ളം ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എണ്ണ ഒരിക്കലും വറ്റിപ്പോകത്തില്ല. നമ്മൾ ഒഴിച്ച എണ്ണ എത്രയാണോ അളവ്, ആ അളവിൽ തന്നെ നമുക്ക് എണ്ണ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഏകദേശം നമ്മുടെ എണ്ണ കായി തുടങ്ങി. അപ്പോൾ അതെല്ലാം വറ്റുന്ന ടൈമിൽ നമ്മൾ ചെമ്പരത്തിപ്പൂ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് വറ്റി തുടങ്ങുന്ന അതേ ടൈമിൽ തന്നെ നമുക്ക് നമ്മുടെ ചെമ്പരത്തിപ്പൂവും നന്നായിട്ട് മൂത്ത് കിട്ടും. കണ്ടില്ലേ, ഇതേ പരുവത്തിൽ വേണം നമുക്ക് എണ്ണ നന്നായിട്ട് പാകപ്പെടുത്തിയെടുക്കാൻ. അപ്പോൾ ഈ ടൈമിൽ മസ്റ്റായിട്ട് ഇളക്കൽ നിർത്തരുത് കേട്ടോ, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഏകദേശം നമ്മൾ എണ്ണയൊക്കെ നന്നായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. കണ്ടില്ല, ഇതാണ് നമ്മുടെ ഫൈനൽ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ ഓയിൽ കിട്ടുക. ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടില്ല, നല്ല പച്ച കളറിലുള്ള എണ്ണ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ആഴ്ചയിൽ 1-2 ദിവസം നമുക്ക്
തലയിൽ നന്നായിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ബേബി ഷാമ്പു ഉപയോഗിച്ചിട്ടോ കഴുകിക്കളയാം. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് നല്ലൊരു ഹെയർ പാക്കും ഇട്ട് കൊടുത്താൽ നന്നായിട്ട് മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും, നല്ല മുടി വളരുകയും ചെയ്യും. ചൂടാറിയതിന് ശേഷം നല്ലൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് എണ്ണ എടുത്തു വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.